കുളത്തിന്റെ പടവുകളിലിരുന്ന് മിഴിക്ക് മീനിനെ കാണിച്ചു കൊടുക്കുകയാണ് നന്ദൻ. അവന്റെ കയ്യിൽ അടുക്കളയിൽ നിന്നെടുത്ത മലരുമുണ്ടായിരുന്നു. ഓരോ തവണ അത് കുളത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോഴും മീനുകൾ കൂട്ടമായി വന്ന് തിന്നിട്ട് പോകും. മിഴി കൗതുകത്തോടെ ആ കാഴ്ച കണ്ടിരുന്നു. ഇടയ്ക്കിടെ ആ കുഞ്ഞിക്കൈകളിൽ കൊള്ളാവുന്നെടുത്ത് കുളത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. താൻ കൊടുത്ത് മീൻ കഴിക്കുന്ന കാണുമ്പോൾ കൈകൾ കൊട്ടി പൊട്ടിച്ചിരിക്കും. എന്ത് രസാല്, എന്തോരു മീന, ഇവരുടെയൊക്കെ വീതി ഇതാനോ? അവൾ നന്ദനെ നോക്കി ചോദിച്ചു. അതേല്ലോ, ഇവരുടെയൊക്കെ വീടിതാ. ഇനിയും കുറെ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പൊ എല്ലാം ചത്തുപോയി. അവൻ കയ്യിലിരിക്കുന്ന അവിടെ കുഞ്ഞിക്കൈകൾ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആ കുഞ്ഞിമീനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. പടവിന്റെ അടുത്തായി നിൽക്കുന്ന കുഞ്ഞുമീനെ ചൂണ്ടി മിഴി പറഞ്ഞു. അയ്യോ, അപ്പൊ ആ കുഞ്ഞുമീന്റെ അച്ഛനും നമുക്ക് സങ്കടാവില്ലേ? മിഴിമോളെ കാണാതാവുമ്പോ ലച്ചുനും പപ്പക്ക് വിഷമാവില്ലേ? അതേപോലെ അവർക്കും സങ്കടാവും. അവൻ വിഷമാഭിനയിച്ച് പറഞ്ഞു. ആനോ? എന്നാ വേണ്ട അറ്റോ, ഞാൻ ഇവിടെ വന്ന് കണ്ടോലാം. അവൾ കയ്യിലിരിക്കുന്ന കുളത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. മിഴിയുടെ പുറകിലായി നിന്ന് ഗൗരി ഉച്ചത്തിൽ പറഞ്ഞു. മിഴി ഒരു കൂസലുമില്ലാതെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് വീണ്ടും കുളത്തിലേക്ക് മലരിട്ട് കൊടുത്തോണ്ടിരുന്നു. അതെന്താ, ഞാൻ പേടിപ്പിച്ചിട്ട് പേടിക്കാഞ്ഞ്? മിഴിയുടെ അരികിലായിരുന്നുകൊണ്ട് ചുണ്ടി വിളിക്കൊണ്ട് ഗൗരി ചോദിച്ചു. എനിക്ക് പേടിയാവാത്തോണ്ട്. അവളൊരു ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. അതെന്താ, ഞാനൊക്കെയാണ് പേടിച്ചേനെ. ഗൗരി എന്തോ കാര്യം പോലെ പറഞ്ഞു. ഞാനേ സ്ട്രോങ് ആണ്, അപ്പൊ എനിക്ക് പേടിയില്ല. ഇങ്ങനെ കുഞ്ഞി കാര്യത്തിനും ഞാൻ പേടിച്ചില്ല. മിഴി അവളുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഗൗരി ചമ്മിയിരുന്നു. അവളുടെ ചമ്മിയെ മുഖം കണ്ടതും നന്ദൻ പൊട്ടിച്ചിരിച്ചു. അതുകൂടി കണ്ടതും അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു. മിഴി പതിയെ നന്ദനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. വാദ്യാര് വല്ലാതെ കണ്ട് ചിരിക്കേണ്ട, ഒരബദ്ധം ആർക്കും പറ്റും. പേടിപ്പിക്കാൻ വരുമ്പോ ഇത് ദി ഗ്രേറ്റ് ടെന്നീസ് കളത്തിങ്ങളുടെ വിത്താണെന്ന് ഞാൻ ഓർക്കണായിരുന്നു. അപ്പൊ ഇതല്ല, ഇതിനപ്പുറം പ്രതീക്ഷാ മതി. ഗൗരി താടി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിനക്ക് നാളല്ലല്ലോ പെണ്ണ് ഈ ഇത്തിരിക്കോളം പോകുന്ന കുഞ്ഞിനോടൊക്കെ ചമ്മി തോൽക്കാൻ. പോത്തുപോലെ വളർന്നു ഈ സൈസിൽ ഒരെണ്ണത്തിന് ഉണ്ടാക്കാനുള്ള പ്രായമായി. എന്നിട്ടാ അവള് കുഞ്ഞു കളിച്ച് നടക്കുന്നേ. അവൻ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ദിവ്യഗർഭം ഉണ്ടാക്കാൻ ഞാൻ കുന്തി ദേവി ഒന്നല്ല. അവളവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഏടി ഒറ്റക്കുണ്ടാകുന്ന കാര്യമില്ല, നിന്നെ പിടിച്ചു കെട്ടിക്കുന്ന കാര്യമാണ്. അവൻ അവളുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? ഇയാൾ കൂടെ തോന്നണ്ടേ? അവൾ പിറുവിറുത്തു. എന്തെങ്കിലും പറഞ്ഞോ? അവൻ അവൾ നോക്കി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, അവൾ ചെവി ഇഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞവൻ കേട്ടിരുന്നു. അവൻ പോലും അറിയാതെ ആ അധരങ്ങളിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ഉഫ്, ഒന്ന് മിണ്ടാണ്ടിരിക്കോ, നിങ്ങളിങ്ങനെ ഒച്ചയിട്ടാ മീനൊക്കെ വീട്ടിൽ പോവും. മിഴി ദേഷ്യത്തിൽ പറഞ്ഞു. ഓ സോറി മാഡം, ഇനി ഒച്ച ഉണ്ടാക്കില്ല. ഗൗരി വാപ്പത്തിക്കൊണ്ട് പറഞ്ഞു. മിഴി അത് കണ്ട് ഒരു കള്ളച്ചിരി ഇരിച്ചു. നോക്ക് നന്ദച്ച, കുഞ്ഞിമീന്റെ അമ്മ. നേരത്തെ കണ്ട ചെറിയ മീനിന്റെ അടുത്ത് ഒരു വലിയ മീനിനെ കണ്ട് മിഴി പറഞ്ഞു. നന്ദയുടെ നന്ദച്ചാന്നാണ് വിളിക്കുന്നത്? അപ്പൊ എന്നെന്താ വിളിക്കുക? ഗൗരിയമ്മയെന്നോ? ഏയ് അത് വേണ്ട, അമ്മൂമാരെ വിളിക്കുന്ന പോലെയുണ്ട്. പിന്നെന്താ വിളിക്കുക? ഗൗരി കാര്യമായിട്ടുള്ള ആലോചനയിലാണ്. ഗൗരിയുടെ ആലോചന കണ്ടതും നന്ദൻ എന്താണെന്നുള്ള മട്ടിൽ മിഴിയെ നോക്കി. അവൾ കൈമലത്തി കാണിച്ചു. പറ, എന്നെന്താ വിളിക്കുക? ഗൗരി മിഴിയെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു. കോരീന്ന് വിളിച്ച. മിഴി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് കോരീന്ന്? അയ്യേ അതൊന്നും വേണ്ട. ഗൗരി ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞു. ഞാൻ അങ്ങനെ വിളിച്ചുള്ളൂ. മിഴി കൈകെട്ടി ഗൗരവത്തിൽ പറഞ്ഞു. ഗൗരി ചുണ്ടി ഒഴുക്കിക്കൊണ്ട് നിസ്സഹായതോടെ നന്ദനെ നോക്കി. നന്ദൻ ആ നോട്ടം കണ്ടതും അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. അവനത് മറച്ചു വെച്ച് അവളെ കളിയാക്കി ചിരിച്ചു. മിഴിയും ചിരി കടിച്ചു പിടിച്ച് അവളെ നോക്കി. രണ്ടുപേരും തന്നെ കളിയാക്കി ചിരിക്കുന്ന കണ്ട് ഗൗരി താടിക കൈയും കൊടുത്ത് പിണങ്ങി തിരിഞ്ഞിരുന്നു. ഫോൺ ബെല്ലടിച്ചും ഡെന്നി കണ്ണുകൾ വലിച്ചു തുറന്നു. കൈയെത്തിച്ച് ഫോൺ എടുത്ത് അത് സൈലന്റ് ആക്കി ഇട്ടു. മേളിലെ തല ചിരിച്ച് നോക്കിയപ്പോൾ കണ്ടു തന്റെ കരവലയത്തിൽ പതുങ്ങിക്കിടക്കുന്ന തന്റെ വേദുവിനെ. അവൻ അവളുടെ പാറിക്കിടന്ന മുടിയെല്ലാം ഒതുക്കി വെച്ച് മേളിലെ നെറ്റിയിൽ ചുംബിച്ചു. അതറിഞ്ഞവണ്ണം അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. അവൻ അവളെ ഉണർത്താതെ തന്നെ ഫോണുമായി താഴോട്ട് പോയി. ഓഫീസിൽ നിന്നുള്ള കോളായിരുന്നു. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. മുകളിലെ ബാൽക്കണിയിൽ നിന്നും ചുറ്റും നോക്കി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്റെ മണ്ണിലേക്ക് തിരികെ എത്തിച്ചേർന്നതിന്റെ സന്തോഷം അവനിൽ നിറഞ്ഞു നിന്നിരുന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും അങ്ങകലെ ഒരു നൂല് പോലെ കാണുന്ന പുഴയും ചിത്രങ്ങൾ വരച്ച പോലെയുള്ള മലനിരകളുമെല്ലാം അവൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നോക്കിക്കണ്ടു. അവിടുന്ന് നോക്കിയാൽ പാടത്തിന് നടുക്കൂടെ പോയിട്ടുള്ള ബണ്ട് റോഡ് കാണാം. ദൂരെ നിന്ന് നന്ദന്റെ ബുള്ളറ്റ് കണ്ടതും അവനൊരു ചിരിയോടെ നോക്കി നിന്നു. +2 കഴിഞ്ഞപ്പോൾ തനിക്ക് അവൻ ഒരേപോലുള്ള ബുള്ളറ്റ് വാങ്ങിയതാണ്. കോളേജിലല്ല അതിൽ തന്നെയാണ് പോയിരുന്നത്. പണ്ടതിൽ ചുറ്റിയടിക്കാൻ ഗൗരിയും വേദവും കാണിച്ച വിപ്ലവങ്ങളെല്ലാം ഓർത്ത് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. നന്ദന്റെ ബുള്ളറ്റിന് മുമ്പിൽ തന്നെ ഇരിക്കുന്ന മിഴിയെ കണ്ടതും അവനൊരു ചിരിയോടെ അകത്തേക്ക് നടന്നു. ഇട്ടിരുന്ന പാന്റ് ഷർട്ട് ഊരിമാറ്റി ഒരു കാവ്യമുണ്ട് എടുത്തെടുത്തു. ബ്ലാക്ക് കളർ ബനിയനും എടുത്തിട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴും ലച്ചു മയക്കത്തിലാണ്. ഒന്നുകൂടി അവിടെ നെറുകയിലൊന്ന് മുത്തി അവൻ താഴേക്ക് ഇറങ്ങി. പഴയ മരത്തിന്റെ ഗോവണിയായതുകൊണ്ട് അമർത്തി ചവിട്ടുമ്പോൾ സൗണ്ട് കേൾക്കും. അവൻ ഇറങ്ങി വരുന്ന കണ്ടതും മാലതി അടുത്തേക്ക് വന്നു. ചായ എടുക്കട്ടെ മോനെ? അവരവന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ആ അമ്മായി, കട്ട മതി.
അവൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു എന്തിയെ, എഴുന്നേറ്റില്ലേ? മുകളിലേക്ക് നോക്കി മാലതി ചോദിച്ചു. ഇല്ല, ഉറങ്ങിക്കോട്ടെ. ഒരുപാട് കരഞ്ഞു, തലവേദന വരും ഉറങ്ങിയിട്ടില്ലെങ്കിൽ. അവന്റെ മുഖത്ത് അവളോടപ്പോൾ വാത്സല്യമായിരുന്നു. ഉറങ്ങിക്കോട്ടെ. മോൻ അമ്മായിയോട് ദേഷ്യമുണ്ടോ? അവർ മടിച്ചുകൊണ്ട് ചോദിച്ചു. എന്തിന്? അവൻ ഞെട്ടിക്കൊണ്ട് തിരികെ ചോദിച്ചു. അല്ല, അന്ന് നന്ദന്റെയും ലച്ചുവിന്റെയും കല്യാണക്കാരെ എടുത്തിട്ടുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് പിരിയേണ്ടി വന്നത്. അവർ തെള്ളി ജാളിതയോടെ പറഞ്ഞു. പിന്നെ ഈ കുഞ്ഞിത്തലയിൽ എന്തൊക്കെയാ ചിന്തിച്ചുകൂട്ടി വെച്ചിരിക്കുന്നത്? എന്റെ അമ്മായി അന്ന് അങ്ങനെയൊക്കെ നടക്കാനാവും വിധി. അതിൽ അമ്മായിയുടെ തെറ്റെന്താ? വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ആ ചായ എടുക്കുന്ന മാലു. അവൻ അവരുടെ കവിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ബാലൻ സ്നേഹം കൂടുമ്പോഴെല്ലാം മാലതിയെ മാലു എന്നാണ് വിളിച്ചിരുന്നത്. ഡെന്നിയും നന്ദനും ലച്ചുവും ഗൗരിയും എല്ലാം തരം കിട്ടുമ്പോൾ അതും പറഞ്ഞ് അവരെ കളിയാക്കുമായിരുന്നു. പോടാ, അവരവനെ കളിയാക്കി തള്ളിക്കൊണ്ട് പറഞ്ഞു. ഷോ, അപ്പോഴേക്കും നാണം വന്നല്ലോ സുന്ദരി പാറുവിന്. അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ചെറുക്കന്റെ ഒരു കാര്യം. മാലതി ഒരു ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴേക്കും നന്ദന്റെ ബുള്ളറ്റ് മുറ്റത്തേക്ക് എത്തിയിരുന്നു. ഡെന്നി മുണ്ട് മടക്കിയുത്തി ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറപ്പടിയിൽ ഡെന്നിയെ കണ്ടതും മിഴിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. പപ്പേ! അവൾ അവിടെ ഇരുന്ന് രണ്ടു കൈ നീട്ടി വിളിച്ചു. ഹ, വണ്ടി ഒന്ന് നിർത്തണ്ടി കാന്താരി, നന്ദൻ അവിടെ തലയിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു. വണ്ടി നിർത്തിയതും പുറകിൽ നിന്ന് കുറെ കവറുമായി ഗൗരി ചാടിയിറങ്ങി. ആഹാ, നെയ്യുണ്ടായിരുന്നു അവരുടെ കൂടെ. എങ്ങോട്ടാ മൂന്നും കൂടെ മുങ്ങിയേ? ഡെന്നി മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. പപ്പേ, എന്നെ ഇതുക്ക്? മിഴി കൈ രണ്ടും പൊക്കി വിളിച്ചു പറഞ്ഞു. ഡെന്നി അത് കണ്ടൊരു ചിരിയോടെ ഫോൺ അരികിൽ തിരികൊണ്ട് മിഴിയെ എടുത്തു വരുത്തി വട്ടം കറക്കി. പപ്പയുടെ കുഞ്ഞിനെങ്ങോട്ടാ പോയത്? അവൻ അവിടെ കവിളിൽ ഉമ്മേശോണ്ട് ചോദിച്ചു. ഞാനേ നന്ദച്ചന്റെ കൂടെ പോയതാ, എനിക്ക് ഡ്രസ് വാങ്ങിച്ചില്ലോ. മിഴി അവന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ആഹാ, ഡ്രസ് എടുക്കാൻ പോയതാണോ? എന്നിട്ട് എവിടെ? ഏതാ വായിച്ചേ? അവൻ അതേപോലെ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. 10 പാവാത. മിഴി നാണത്തോടെ പറഞ്ഞു. പിന്നെ 10 എണ്ണം വാങ്ങില്ല ഡെന്നീച്ച, 3 വാങ്ങിയുള്ളൂ. ഈ മിഴിക്ക് എണ്ണാൻ അറിയില്ല അല്ലേ നന്ദേട്ടാ? ഗൗരി എന്തോ വലിയ കാര്യം പറഞ്ഞ പോലെ അവരെ നോക്കി. നന്ദനും ഡെന്നിയും ഇതെന്തിന്റെ കുഞ്ഞാണെന്ന മട്ടിൽ അവള് നോക്കി. മിഴി അവളെ കൂർപ്പിച്ച് നോക്കി. എനിക്കല്ല, കോരിക്ക ഒന്നും അരിയാത്തത്. മിഴി ഡെന്നിയെ നോക്കി പറഞ്ഞു. കോരിയോ? അതാരാ? ഡെന്നി അന്ന് വിട്ടുകൊണ്ട് ചോദിച്ചു. ആ, അത് നീ അറിഞ്ഞില്ലേ? ഈ വാലും തലയില്ലാതെ നിൽക്കുന്നവളാ കോരി. നന്ദൻ ബുള്ളറ്റ് സ്റ്റാൻഡിലിട്ട് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ഗൗരി നന്ദനെ നോക്കി പുച്ഛിച്ചു. ഇവൾക്ക് എന്താടാ ഒരു മാറ്റം ഇല്ലാത്ത? ഡെന്നി നന്ദനെ നോക്കി ചിരിയോടെ ചോദിച്ചു. ബുദ്ധി വളർച്ചയില്ലടാ, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ. നന്ദൻ അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ബുദ്ധി വളർച്ചയില്ലാത്ത നിങ്ങളുടെ മറ്റോൾക്ക്. അവൾ അവരെ തോളിൽ പല്ലുകൾ അഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ആ കുട്ടിപ്പിശാശേ, പിടിവിടറി. നന്ദൻ നിന്നെടുത്ത് തുള്ളിക്കൊണ്ട് പറഞ്ഞു. അത് കണ്ടതും മിഴി കൈകൂട്ടി ചിരിച്ചു. നന്ദൻ അവിടെ പിടിവിടുവിച്ച് ചുറ്റും വടിക്കായി തിരഞ്ഞു. അത് കണ്ടതും ഗൗരി പാവാടയും പൊക്കി ഓടി. ഡെന്നിച്ച, ലച്ചേച്ചി എന്തേ? അവൾ ഉമ്മർത്തുനിന്ന് കിതച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഉറങ്ങ, നീ ഇനി അതിന് മേലെ കുതിര കയറാൻ പോണ്ട. അവൻ അവളെ നോക്കി വിളിച്ചു പറഞ്ഞു. ഓ ഉത്തരവ് രാജാവേ. അവൾ അവനെ നോക്കി ചുണ്ടൂട്ടി തിരിഞ്ഞു. നീ അവൾ എഴുന്നേക്കുമ്പേ ഞങ്ങൾ കുളത്തിലുണ്ടാന്ന് പറഞ്ഞേക്ക്. ആ ഓക്കേ. അവൾ അകത്തേക്ക് ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. കുറുമ്പി. ഡെന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദന്റെ ചുണ്ടിലും അന്നേരം ഒരു കള്ളശ്ശേരി ഉണ്ടായിരുന്നു. അവൾ കടിച്ചെടുത്ത് ഒഴിഞ്ഞുകൊണ്ട് അവൻ അവൾ പോയ വഴിയെ നോക്കി. കിട്ടു എന്റെ കയ്യില്, അവൻ പതിയെ പറഞ്ഞു. എന്താടാ? ഡെന്നി തിരിഞ്ഞെന്ന് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നീ വാ. നന്ദൻ മുണ്ട് മടക്കുത്തി പറമ്പിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അവന് പുറകെ ഡെന്നിയും നടന്നു. പിന്നാമ്പുറത്ത് നിന്ന് തോർത്തുമെടുത്ത് അവർ കുളത്തിലേക്ക് നടന്നു. മിഴി ഡെന്നിയുടെ കയ്യിലിരുന്ന് പോയി വന്ന വിശേഷങ്ങൾ പറയുന്ന തിരക്കിലായിരുന്നു. ഗൗരി ചാടിത്തുള്ളി അകത്തേക്ക് നടന്നു. കയ്യിലുള്ള കവറെല്ലാം സോഫയിലിട്ട് അവൾ മുകളിലേക്ക് പോവാൻ തിരിഞ്ഞപ്പോഴാണ് മാലതി കട്ടനുമായി വന്ന്. ഇതാർക്കാ മാജിക് മാലു? അവൾ അവരുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ദേ പെണ്ണെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. എത്ര പറഞ്ഞാലും കേക്കില്ല. നിനക്ക് ഞാൻ എന്റെ മോനെ കെട്ടിച്ച് തരില്ലാടി. മാലതി കെറുവോടെ പറഞ്ഞു. അയ്യോ എന്റെ പൊന്നെ ചതിക്കല്ലേ, നിങ്ങളുടെ മോനില്ലെങ്കിൽ ഞാൻ കടാപ്പുറത്തൂടെ പാടി പാടി മരിക്കും. അവളില്ലാത്ത കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഓടി കുറുമ്പി. അവരവളെ വാത്സല്യത്തോടെ തഴുകി. നന്ദനമുള്ള ഗൗരിയുടെ ഇഷ്ടത്തെ മാലതിക്ക് അറിയാമായിരുന്നു. അവർക്ക് അതിനുള്ള സന്തോഷം ഉണ്ടായിരുന്നു. നീ ഈ ചായ ഡെന്നി കൊടുത്തിട്ട് വന്നേ, മാലതി പറഞ്ഞു. ആ ബെസ്റ്റ്. ചങ്കും കരളും കൂടി കുളത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ഇപ്പോഴും നോക്കണ്ടവരെ. പോത്ത് വരെ തോറ്റു 2 മുമ്പിൽ. തൽക്കാലം മാജിക് മാലി ചായ കുടിച്ചോ. അമ്മായിയമ്മ പോരെടുക്കാൻ കുറച്ച് എനർജിയൊക്കെ വേണ്ടേ? അവൾ മുകളിലേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു. എടി മിഴിമോളോ? അവര് വിളിച്ചു ചോദിച്ചു. ഈ ചായന്റെ അല്ലേ വിത്ത്, അവരെ കടത്തി വെട്ടിക്കും, കൂടെ പോയിട്ടുണ്ട്. അവൾ മുകളിൽ നിന്ന് എത്തി നോക്കി വിളിച്ചു പറഞ്ഞു. ഈ പെണ്ണ്. മാലതി ഒരു ചിരിയോടെ അടുക്കളയിലേക്ക് പോയി. ഗൗരി മേലെ ശബ്ദം ഉണ്ടാക്കാതെ ലച്ചു കിടക്കുന്ന റൂമിലേക്ക് പോയി.
കിടന്നുറങ്ങുന്ന ലച്ചുവിനെ കണ്ടതും അവളുടെ തൊട്ടടുത്തായി അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. പണ്ടും ലച്ചു ഉറങ്ങുമ്പോൾ അടുത്തു വന്ന് കിടക്കുന്ന അവൾ ചിരിയോടെ ഓർത്തു. കുളത്തിന്റെ പടവുകളിലായി മിഴിയെ നിർത്തി ഡെന്നി ബനിയൻ ഊരി മാറ്റി. ഉടുത്തിരുന്ന മുണ്ടിന് മുകളിൽ തോർത്തെടുത്ത് മുണ്ടും അഴിച്ചു മാറ്റി. നന്ദനും ഡ്രസ്സ് മാറി തോർത്തെടുത്തു. മിഴി അത്ഭുതത്തോടെ അവരെ നോക്കുന്നുണ്ട്. പപ്പേ, എന്തിനാ ഡ്രസ് മാറിയത്? അവൾ സംശയത്തോടെ ചോദിച്ചു. കുളിക്കാൻ, അവൻ കാലുകൊണ്ട് വെള്ളം നീക്കിക്കൊണ്ട് പറഞ്ഞു. ഇവിടാണ് കുളിച്ചനെ, എനിക്കും കുളിച്ചനും പപ്പേ, മിഴി ആവേശത്തോടെ പറഞ്ഞു. പിന്നെ പപ്പയുടെ കുഞ്ഞിനെ പപ്പ കുളിപ്പിക്കാണ്ടിരിക്കും, വാട കണ്ണ. അവൻ അവളുടെ ഉടുപ്പൂരി മാറിന് കുറുകെ ഒരു കുഞ്ഞി തോർത്ത് ഉടുത്തുകൊടുത്തോണ്ട് പറഞ്ഞു. മിഴി സന്തോഷത്തോടെ കൈകൊട്ടി ചിരിച്ചു. ഡെന്നി പതിയെ വെള്ളത്തിലിറങ്ങി മിഴിയെ കയ്യിലെടുത്ത് വെള്ളത്തിൽ കാല് നനച്ചു. അയ്യോ പപ്പേ, തനിക്കുനു, മിഴി വിറച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, അപ്പൊ കുളിക്കണ്ടേ? നന്ദൻ ഒരു ചിരിയോടെ ചോദിച്ചു. വേനം, മിഴി ആവേശത്തോടെ പറഞ്ഞു. അപ്പോ നമുക്ക് കുളിക്കാം. നന്ദൻ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് അവൾക്ക് നേരെ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു. മിഴി കണ്ണുകൾ ചിമ്മിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു. പപ്പേ, തായി നിർത്ത്, മിഴി ഡെന്നിയുടെ കയ്യിൽ കിടന്ന് കുതിരക്കൊണ്ട് പറഞ്ഞു. ഡെന്നി അധികം ആളില്ലാത്ത സ്ഥലത്ത് അവൾ നിർത്തി. മിഴി കുഞ്ഞിക്കൈയിൽ കൊള്ളാവുന്ന വെള്ളമെടുത്ത് നന്ദന്റെയും ഡെന്നിയുടെയും മുഖത്തേക്ക് ഒഴിച്ചു. അവരും തിരികെ അവൾക്ക് നോവാത്ത രീതിയിൽ അവളെ നനച്ചുകൊണ്ടിരുന്നു. പൊട്ടിച്ചിരികളും കളിയുമായി അവരാ കുളത്തിൽ കുത്തിമറിഞ്ഞു. കുളത്തിലെ ഓളങ്ങളിൽ മിഴിയുടെ പൊട്ടിച്ചിരികൾ പ്രതിധ്വനിച്ച് കേട്ടു. നന്ദ, നീ മോളെ പിടിക്കും, ഞാൻ നീന്തിയിട്ട് വരാം, കുറെ നാളായി. ഡെന്നി മിഴിയെ നന്ദനെ ഏൽപ്പിച്ചുകൊണ്ട് കുളത്തിലേക്ക് ചാടി. അയ്യോ പപ്പേ, നന്ദച്ച പപ്പേനെ വിളിച്ചു, പപ്പ വെള്ളത്തിൽ പോയി, മിഴി അലറിക്കരഞ്ഞു. മിഴിയുടെ കരച്ചിൽ കേട്ടതും ഡെന്നി വെള്ളത്തിൽ നിന്ന് പൊങ്ങി. പപ്പക്കൊന്നുമില്ലടാ, പപ്പ നീന്തുന്നതല്ലേ, കുഞ്ഞനവിടെ നിന്നോ, പപ്പ ഇവിടെ വരാം, പപ്പ ഇപ്പൊ വരാം, ഡെന്നി മിഴിയെ നോക്കി പറഞ്ഞുകൊണ്ട് മറുവശത്തേക്ക് നീന്തി. അതെന്താ പപ്പ താഴേക്ക് പോവാത്തെ? എനിക്കും അതേപോലെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കണം, മിഴി ആവേശത്തോടെ പറഞ്ഞു. അതിനെന്താടാ, നന്ദച്ചൻ പഠിപ്പിക്കാലോ മോളെ, നന്ദൻ മിഴിയെ നോക്കി പറഞ്ഞു. മിഴി സന്തോഷം കൊണ്ട് നന്ദന്റെ കവിളിൽ ചുംബിച്ചു. നന്ദൻ അവളെ തന്റെ കൈകളിൽ കമിഴ്ത്തി കിടത്തി. ആ, ഇനി കയ്യും കാലും വെള്ളത്തിൽ തുഴഞ്ഞു, നന്ദൻ പറഞ്ഞു. ഇങ്ങനെയാണോ? മിഴി വെള്ളത്തിൽ കയ്യും കാലിട്ടടിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അങ്ങനെ തന്നെ, നന്ദൻ അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്ത് പോവാത്തേ? മിഴി കയ്യിൽ കിടന്ന് മുന്നോട്ടാഞ്ഞോട്ട് ചോദിച്ചു. അത് കേട്ടതും നന്ദൻ ഒരു ചിരിയോടെ അവളെ വെള്ളത്തിൽ കിടത്തിക്കൊണ്ട് തന്നെ വട്ടം കറക്കി. ഹായ്, ഞാനും മീമിനെ പോലെ എഞ്ഞു, മിഴി സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും ഡെന്നി നീന്തിയെത്തിയിരുന്നു. അവന്റെ കയ്യിൽ ഒരു പിടി ആമ്പൽ പൂക്കൾ ഉണ്ടായിരുന്നു. കണ്ട പപ്പേ, ഞാനും പപ്പയുടെ പോലെ പോനത് കണ്ട, മിഴി ഡെന്നിയെ കണ്ടപ്പോൾ വെള്ളത്തിൽ കൈയും കാലിട്ടടിച്ച് കാണിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു. ആഹാ, പപ്പയുടെ കുഞ്ഞിനെ ഇതൊക്കെ പഠിച്ചാ, മിടുക്കിയായല്ലോ. അവൻ കയ്യിലിരുന്ന പൂക്കൾ പടവിലേക്ക് വെച്ചുകൊണ്ട് താടിയിലെ വെള്ളം തുടച്ചു കളഞ്ഞു. രണ്ടു കൈ കൊണ്ടും അവൻ നീണ്ട മുടികൾ പുറകിലേക്ക് മാടിയൊതുക്കി. മിഴിയെ നോക്കി ഒന്ന് കണ്ണി ചിമ്മി അവൻ വീണ്ടും വെള്ളത്തിലേക്ക് ചാടി.